ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ബ്രിഗേഡ് റോഡിലെ സാംസങ്ങിൻ്റെ ഒപ്പയർ ഹൗസിലാണ്. അപ്പോൾ ബ്രിഗേഡ് റോഡും പിന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വ്ളോഗിൽ. ഇപ്പോൾ ഞാൻ അകത്തുള്ളത് സാംസങ്ങിൻ്റെ ഒപ്പയർ ഹൗസിൻ്റെ അകത്താണ്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, അപ്പോൾ സൗണ്ട് കേൾക്കാൻ വേണ്ടി അകത്ത് കയറിയാൽ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം ഒന്നുമില്ല. സാംസങ്ങിൻ്റെ ഷോറൂമാണ് മെയിനായിട്ട്. സാംസങ്ങിന് എല്ലാം കിട്ടും, ടി വി, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ മേളിലുണ്ട്. ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഒപ്പയർ ഹൗസിൻ്റെ അകത്ത് തന്നെ സ്റ്റാർബക്സ് ഉണ്ട്. ഈ ബ്രിഗേഡ് റോഡ് ശരിക്കും 2 സ്റ്റാർബക്സ് ഉണ്ട്. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്ത് പോവാം. അകത്ത് വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ബ്രിഗേഡ് റോഡിൻ്റെ ഫ്രണ്ട് ഹൗസിൽ എത്തി. ഇതും സ്റ്റാർബക്സിൻ്റെ ഔട്ട്ലെറ്റാണ്. ഈ കാണുന്നതാണ് ബ്രിഗേഡ് റോഡ് സ്റ്റാർട്ടായിരുന്നത്. ഇവിടെ തൊട്ട് കാണുന്നവരെ ബ്രിഗേഡ് റോഡാണ്. പിന്നെ അവിടുന്ന് ആ ഭാഗമായിട്ടില്ല, കുറച്ച് അങ്ങോട്ട് പോയാൽ ചർച്ച് സ്ട്രീറ്റാണ്. ബാംഗ്ലൂരിലെ മെയിൻ നൈറ്റ് ലൈഫും പബ്ബും കാര്യങ്ങളൊക്കെ മെയിൻ സ്ഥലം ഒന്ന് ഇതും പിന്നെ കോരമംഗലം. ഈ കാണുന്നതാണ് സാംസങ്ങിൻ്റെ ഒപ്പേര ഹൗസും പിന്നെ സ്റ്റാർബക്സൊക്കെ വരുന്നത്. ഇവിടെ തൊട്ട് ഇങ്ങനെ നിവർന്ന് കിടക്കുവാണ് ഈ ബ്രിഗേഡ് റോഡ്. പിന്നെ ഇതൊരു ജംഗ്ഷനാണ് ഈ കാണുന്നത്. പിന്നെ അപ്പം അങ്ങോട്ട് പോയാൽ നമുക്ക് ഡെക്കാത്ലോണൊക്കെ കാണാം. ഇവിടെ മിക്ക ഫോറിൻ ബ്രാൻഡ്സും അല്ലാത്ത ബ്രാൻഡ്സൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതൊരു ഫോറിൻ മാള്, PVR സെൻ്ററൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് OnePlusൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളത് കാണാൻ നല്ല വൃത്തി, നല്ല ഹൈ ക്ലാസ് ടീംസും പിന്നെ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡൊക്കെ കാണാൻ വൃത്തിയാണേലും അകത്തൊക്കെ ആണെങ്കിലും നല്ല രസം ഇതിനകത്ത് കാണാനൊക്കെ. ഇപ്പോൾ സമയം 4:30 ഇപ്പം തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വളർന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ. ചിലതിൻ്റെ കാണിച്ചാൽ ചിലയിടത്തൊക്കെ ഫ്രീ എൻട്രി അല്ല, ഒന്നെങ്കിൽ കപ്പിൾസിന് ഫ്രീ എൻട്രി അല്ലെങ്കിൽ എന്താ പോലെ പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റെസ്റ്റോ പബ്ബുമാണ് ഇവിടെ കൂടുതലുള്ളത്. ബ്രിഗേഡ് റോഡിലൊരു കാഴ്ചയാണിത്. മറ്റേ സ്റ്റാച്യു മനുഷ്യയില്ലേ, പുള്ളിക്കാരെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. നിങ്ങൾക്കറിയാമല്ലോ, പറയണ്ടല്ലോ. ഇതേപോലെ ഗൂഗിൾ പേക്കും ഇതിന് വേണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കാം. അങ്ങനെയൊന്നുമില്ല, അത്രയും വെൽ പ്രൊഫഷണൽ ആയിരിക്കും. ഇതിവിടെ പുതിയ വന്ന ഒരു പബ്ബാന്ന് തോന്നുന്നു. എന്തൊക്കെയോ പരിധി നടക്കുന്നുണ്ട്. ഈ വരുന്ന ബുധനാഴ്ചയോ ബുധനാഴ്ച നാളെയാണെന്ന് തോന്നില്ല, നാളേക്ക് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ IPLൻ്റെ ലൈവ് ഇതൊക്കെ കയറാൻ പൈസ കുറവാണെന്ന് വെച്ചാൽ ഇപ്പം കാണാൻ 200 രൂപ 100 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ ഈ പബ്ബിലൊക്കെ. ഇതൊരു റെസ്റ്റോ പബ്ബാണ് ഈ കാണുന്ന ജസ്റ്റ് ബ്ലർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ വേണേ കയ്യിൽ കാണിച്ചു തരാം. വേറൊരു അടുത്തൊരാൾ ഇതിന് മുമ്പിൽ തന്നെ കണ്ടാട്ടോ. ഇപ്പോൾ എന്നാൽ ജസ്റ്റ് ബ്ലറിൽ ഞാൻ ഒരു 1.5 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു റെസ്റ്റോ പബ്ബിൽ. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, ഇങ്ങോട്ടേക്കാക്കി. ഇതിൻ്റെ മേലോട്ടേക്കുണ്ട് കേട്ടോ. പിന്നെ മേലോട്ടേക്ക് ഇനി ഉണ്ട് കേട്ടോ. മേലോട്ടേക്ക് ഇനി മറ്റേ നമ്മുടെ എന്താ പറയുക സ്റ്റാൻഡപ്പ് കോമഡി ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കോമഡി ഷോസിൻ്റെ പരിപാടി. ഇവിടെ മിക്ക ശനി ഞായറാണ് പരിപാടി നടക്കുന്നത്. 200 രൂപയ്ക്ക് ടിക്കറ്റ് എൻട്രി വരിക. 200 രൂപ ടിക്കറ്റ് എൻട്രിയിൽ 100 രൂപ കവർ ചാർജ് ആയിരിക്കും. 100 രൂപയ്ക്ക് നമുക്ക് ഡ്രിങ്ക്സിൻ്റെയും കിട്ടും. സംഭവം നഷ്ടമാണ് കവർ ചാർജ്. 200 രൂപയ്ക്ക് ഈ ഭാഷയൊക്കെ അറിയുന്നത് കാണാൻ നല്ല രസമായി. കോമഡി ഷോ പോകുന്നത് 1 മണിക്കൂർ കോമഡി ഷോ ആണ്. പറഞ്ഞില്ല 1.5 വർഷം മുമ്പ് വന്നതോ, അത് ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തോ പൂട്ടി, മെയിൻ്റെനൻസ് ആണെന്ന് തോന്നുന്നു. ഒരാളുണ്ട്, ചിലപ്പം കണ്ടാൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇതിൻ്റെ അകത്തും വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ കയറുന്ന സമ്മതിക്കുന്നില്ല. വേണേൽ ഫുഡ് കഴിക്കാൻ കയറിക്കോളാനോട് പറഞ്ഞത്. അതാണ് ചർച്ച് സ്ട്രീറ്റ്. ഇതും ബ്രിഗേഡ് റോഡിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ സത്യം നൈറ്റ് വരണം. നൈറ്റ് ഒരു 6 മണിക്ക് ശേഷം വന്നാൽ നല്ല ആളും ബഹളും, നല്ല വണ്ടിയും തിരക്കൊക്കെ ഇവിടെ. നല്ല പോർഷ് കാറൊക്കെ കാണാൻ പറ്റും. നല്ല ലംബോർഗിനി അങ്ങനത്തെ പോർഷ വീടിൻ്റെ മുന്നേ കാറും കാണാൻ പറ്റും. അതൊക്കെ സ്റ്റാർബക്സിൻ്റെ 2ാമത്തെ ഔട്ട്ലെറ്റ്. അത് അടുത്തടുത്ത് 2 ബ്രിഗേഡ് റോഡിൽ പറഞ്ഞാൽ ചർച്ചിൽ വേണം. 100 മീറ്റർ വ്യത്യാസം പോലും ഇല്ല ഈ 2 സ്റ്റാർബക്സും. കാണുന്നതാണ് MG റോഡ് മെട്രോ സ്റ്റേഷൻ. ഈ നിങ്ങൾക്ക് ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റ് വരണമെങ്കിൽ ഈ മെട്രോ സ്റ്റേഷന് കയറി ഇറങ്ങിയാൽ മതി. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ, കുറച്ച് നാൾ മുമ്പ് എഡ് ഷീൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. അപ്പോൾ ബാംഗ്ലൂർ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് സർപ്രൈസ് ആയിട്ട് സ്ട്രീറ്റിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എഡ് ഷീന്. അപ്പോൾ ഈ ഭാഗത്തായിരുന്നു പെർഫോം ചെയ്തതും പിന്നെ എന്താ പോലീസൊക്കെ വന്ന് ഊരെടുത്ത് പോയതൊക്കെ. അന്ന് നമുക്ക് ഇവിടെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി നല്ല തിരക്കായിരുന്നു. ഇവിടെ ഒക്കെ എഡ് ഷീൻ സർപ്രൈസ് ആയിട്ട് വന്നതാണെങ്കിൽ പോലും ഈ അതും മെട്രോ സ്റ്റേഷൻ തൊട്ട് മുമ്പ് തന്നെയാണ്. 4:30 ഒരു കോമഡി ഷോ നടക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൽ. 300 രൂപ ടിക്കറ്റ് വരുന്ന ഒരാൾക്ക്. 4:30 തൊട്ട് 6:30 വരുന്ന പുള്ളി. കാരണം ഈ ഹിന്ദി ഇംഗ്ലീഷുമാണ് കോമഡി ഷോയ്ക്കൊക്കെ വരുന്നത്. ചർച്ച് സ്ട്രീറ്റിൻ്റെ ഒരു എൻഡ് എത്തി. അപ്പോൾ ഞാൻ നൈറ്റ് വരാൻ വിചാരിച്ച്. ഇപ്പോൾ സമയം 5 മണി കഴിയുള്ളൂ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയാൽ കഴിഞ്ഞാൽ വിധാൻ സൗദ പിന്നെ എന്തായിരുന്നു ആ കബൻ പാർക്ക് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് വരാൻ വിചാരിച്ച്.
അതുവരെ ഇവിടെ ലേറ്റ് ആവട്ടെ, എന്നാൽ അവിടെ രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ എന്തൊക്കെ മാളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതിൽ ആളെക്കൂടെ വെയിറ്റിംഗ് ഉണ്ട്. എന്തോ പേരുണ്ടോ? ഇതേ പാരഗണ്ട ഔട്ട്ലെറ്റൊക്കെ ഉണ്ട് ഇവിടെ. 2 നേരം ഔട്ട്ലെറ്റാണ് കേട്ടോ പാരഗണ്ട. നമ്മുടെ കോഴിക്കോടുള്ള പാരഗണ്ട ഔട്ട്ലെറ്റ് ഇതാ ഇവിടെ. ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റിൽ. ഇതെന്തോ മാളാന്ന് തോന്നുന്നു, ശോഭ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാണിച്ചില്ല. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇതാണ് കിങ്ഫിഷർ ടവർ. ഈ കാണുന്ന വീട് നിങ്ങൾക്ക് ആരുടെയാണെന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? വേറെ ആരുടെയല്ല, വിജയ് മല്ലി ഇല്ലേ, കിങ്ഫിഷർ ബിയറിൻ്റെ അതിൻ്റെ ആളുടെയാണ് കാണുന്ന വീട്. കേരള ഇന്ത്യനെ പറ്റിച്ച് 5000 കോടി അങ്ങോട്ട് പറ്റിച്ച് പോയി നടക്കുന്ന പുള്ളിയുടെ. ഈ കാണുന്നതാണ് UB സിറ്റി. ഇതും പുള്ളിയുടെ തന്നെയാണ്. ഇവിടെ നല്ല ലക്ഷറിയുടെ അങ്ങേ അറ്റമാണ് ഇതിൻ്റെ അകം എന്നൊക്കെ പറയുന്നത്. കാണിച്ചത് UB സിറ്റിൻ്റെ മെയിൻ എൻട്രൻസ് എത്തി. ഇതൊരു മാളാണ് സംഭവം, മറ്റൊരു ലക്ഷറിയുടെ അങ്ങ് അറ്റാൻ വരുന്നത്. ഇവിടുത്തെ മേബാക്കും ജാഗുറൊക്കെ ഉണ്ട് ഇവിടെ എൻട്രി വരുന്നത്. ഇതാണ് കാണുന്നൊക്കെയാണ് UB സിറ്റിൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ. ഏതാല്ലേ സെറ്റപ്പ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ബാൽക്കണി പോലത്തെ സ്പോട്ടാണ്. കാണിച്ചറ. ഈ കാണുന്നതാണ് UB ടവർ. എന്താ സംഭവം എന്നറിയില്ല, എന്താ ബിസിനസ് സ്റ്റഡി അങ്ങനത്തെ സംഭവമായിരിക്കും. ഇതൊക്കെ UB സിറ്റി ഈ മാളിൻ്റെ പ്രദേശങ്ങളാണ്. ഈ കാണുന്ന ബിൽഡിങ്ങും കാണുന്നതും ഇതൊക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ വിജയ് മല്ലിയുടെ വീട് ഏറ്റവും മുകളിൽ. ഏതാല്ലേ, അതൊരു ഫ്ലാറ്റും കേട്ടോ. അടിയിലൊക്കെ ഇങ്ങനെ ഫ്ലാറ്റാണ് ഇങ്ങനെ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ ചെറിയൊരു പബ്ബല്ല, എസ്റ്റോ ബാർ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഓപ്പൺ എന്താ പറയുക, ഓപ്പൺ ഹോളോ അങ്ങനെ എന്താ പറയില്ലേ. ഇതൊക്കെ UB സിറ്റിൻ്റെ ആക്കാം കേട്ടോ. ഏതാല്ലേ, UB സിറ്റിൻ്റെ മേളിലുള്ള ഒരു പബ്ബാണ്. ഇവിടെ തുറന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും അലൗഡ് ഇല്ല. കാരണം 21 വയസ്സാവണം, പിന്നെ കപ്പിൾ സെൻറ്ററേ ഉള്ളൂ. അതൊക്കെ അല്ലാണ്ട് പിന്നെ അറിയാതെ ഇവിടുത്തെ വലിയ മാള. ഇത് 16ാമത്തെ നിലയത്തെ ഒരു പബ്ബാണ്. കാണുന്നതാണ് കബൺ പാർക്ക്. ബാംഗ്ലൂർ സിറ്റീൻ്റെ നടുക്കിൽ തന്നെ ഒരു വലിയൊരു പാർക്കാണ് അത്. ഇവിടെ പിന്നെ വേറെ പാർക്കല്ല, ലാൽബാഗാണ്. അതിനെക്കാട്ടും എനിക്ക് നല്ലതായിട്ട് തോന്നിയതും കുറച്ചും കൂടി പീസും പിന്നെ സിറ്റിക്ക് നടക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പാർക്ക് തന്നെയാണ് ഇത്, കബൺ പാർക്ക്. വേറെ ഇപ്പം എന്താ പറയുക ഇതിനെപ്പറ്റി, തന്നെ സാധാ പാർക്ക്, വേറെ ഒന്നുമില്ല. ഇത് കണ്ടോ, ഇവിടെയാണ് വിരാട് കോഹ്ലി ടീമും താമസിക്കുന്നത്. JW മാരറ്റ് ഹോട്ടലിലെ പേര്. RCBയുടെ വണ്ടി 2 ഏപ്രിൽ ഇന്നല്ലേ ഇന്നത്തെ കളിയത്തെ കൊണ്ടാക്കാൻ പോയ വണ്ടി. അത് ആ ഹോട്ടലിന് മുമ്പിൽ തന്നെ വീണ്ടും ലെംബോർഗിനിയുടെ ഷോറൂം ഇപ്പോഴാണ് കാണുന്നത്. അകത്ത് വേറെ ലെംബോർഗിനി അല്ല, ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടാൽ ഞാൻ. ഏതായാലും സെക്യൂരിറ്റി ഒക്കെ നമുക്ക് വണ്ടിയില്ല. അപ്പോൾ ഏതൊരു വണ്ടി ഉണ്ട്, പിന്നെ വലിയ ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. ഇത് ഇവിടുത്തെ ഒരു വലിയ കഫേയാണ്, ഹാർഡ് റോക്ക് കഫേ എന്നാണ് പറയുന്നത്. ചർച്ച് സ്ട്രീറ്റിലല്ലേ, വെറുതെ കണ്ടപ്പോൾ കയറിയതാണ്. ഇതൊക്കെ വലിയ ആർട്ടിസ്റ്റുകളുടെ ഗിറ്റാറാണെന്നൊക്കെ തോന്നുന്നു ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല പൈസ ആയിരിക്കും ഫുഡിനൊക്കെ. അത് അവസാനം കറങ്ങി തിരിഞ്ഞ് ചർച്ച് സ്ട്രീറ്റിൽ തന്നെ എത്തി. ചർച്ച് സ്ട്രീറ്റ്. ഇനി ഇവിടുത്തെ രാത്രിത്തെ ഇതൊക്കെ കാണിച്ചു തരാം. ഞാൻ നൈറ്റത്തെ ചർച്ച് സ്ട്രീറ്റ് എത്തി. ആള് കുറവാണ്, അതെന്താണെന്നറിയില്ല സംഭവം. ആവുന്നുണ്ടാവുന്നുണ്ട് സമയമൊക്കെ. പിന്നെ ഇന്ന് IPLന്റെ മാച്ച് നടക്കുന്നുണ്ടല്ലോ, അവിടെ സ്റ്റേഡിയത്തിൽ അവിടെ ഫുൾ ആളും വെള്ളമൊക്കെയാണ്. ഇത് ഈ ബ്രിഗേഡ് റോഡത്തെ ഫേമസ് ഒരു റോളിൻ്റെ ഷോപ്പാണ്, പാച്ചൂസ് റോഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മലയാളത്തിൻ്റെ തന്നെയാണ് കട. ഇവിടുന്ന് ഒരു റോള് മേടിച്ച്, ഒരു റോളും ലൈമും 140 രൂപയുള്ളൂ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ അടുത്തൊരു പബ്ബാണ്, പബ്ബല്ല ക്ലബ്ബാണ്. ടൈം ആവാത്തതുകൊണ്ട് ലൈറ്റ് സെറ്റപ്പ് ഒന്നും ആയില്ല, കണ്ടില്ലേ സമയം ആയില്ല. ഒരൊറ്റ ആളില്ല ഇവിടെ. അതപ്പോൾ കയറി വന്ന് ഞാൻ അത് തുടങ്ങിയില്ലാന്ന് തോന്നുന്നു, സമയം ആവുന്നുള്ളൂ. അതാ കിട്ടുള്ള സെറ്റപ്പ് ഇല്ലേ. ഞാൻ അറിയാതെ ലിഫ്റ്റ് അടിച്ചണ്ട, രാത്രി കയറിയ പകല് ഹൈദരാബാദ് എത്തുമല്ലോ വിചാരിച്ചിട്ട് ബാംഗ്ലൂരിന് ട്രെയിൻ നോക്കി.
നോക്കുമ്പോൾ യശ്വന്ത്പൂരിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിൻ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ വിചാരിച്ച് ഒരു 11:40 ട്രെയിൻ എടുത്തു. ഞാൻ 11 മണിക്ക് ഇവിടെ എത്തുകയും ചെയ്തു. രാവിലെ ഹൈദരാബാദ് എത്തും. അങ്ങനെ 200 രൂപ ജനറൽ കമ്പാർട്ട് ടിക്കറ്റ്. അങ്ങനെ പോകാൻ വിചാരിച്ചു, സുഖമായിട്ട് പോകാമെന്ന് വിചാരിച്ചു, ടിക്കറ്റ് വിചാരിച്ചിട്ട് 11 മണിക്ക് വന്നെങ്കിൽ പോലും ഇവിടുത്തെ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റ് 4 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫുൾ തിരക്ക്. 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറാൻ പറ്റുന്നില്ല. കുറേ പേരൊക്കെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ ബാത്റൂമിനോടൊക്കെ പോയിട്ട് ഇരിക്കുന്നത്. ഞാൻ പിന്നെ അവസാനം ലാസ്റ്റ് ഈ ഡിസേബിൾഡ് പേഴ്സൻ്റെ കമ്പാർട്ട്മെൻറ്റ് സൈഡ് കമ്പാർട്ട്മെൻറ്റ് കയറി ഇതോട്ട് എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി വന്ന് ഇവിടെ വരെ എത്തിയിട്ട് ഇവിടെ ആണെങ്കിലും ഒന്നും ഇരുത്തുന്നുമില്ല ആൾക്കാരൊന്നും. പിന്നെ ഈ ബാഗ് വെക്കുന്ന സ്ഥലമുണ്ട്, ഈ സ്ഥലം ഞാൻ എന്താക്കി ഇവിടെ കയറി ഇവിടെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, മുട്ടൊക്കെയാണ് ഇത്. എൻ്റെ ബാഗാണ് കണ്ടത് നമ്മൾ ഇങ്ങനെ ഉണ്ട്. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. മോസ്റ്റിക്കോ ആ ഒരു പേടിയല്ലത്. ഞാൻ ബാഗ് നേരം എടുത്ത് ഞാൻ തല വെക്കുന്നുണ്ട്. ബാഗിൻ്റെ വള്ളിയൊക്കെ കയ്യിലൊക്കെ കെട്ടി അങ്ങനെ ഇടുന്ന ഞാൻ. പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഞാനാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിനകത്ത് വെച്ച് മൂടും. അപ്പോൾ അതും അങ്ങനെ ആരും അറിയില്ല. പിന്നെ ആൾക്കാരുടെ ആണെങ്കിൽ ഇതൊക്കെ ഇടയ്ക്ക് കച്ചറ കൂടുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെ തെറി കുളിക്കുന്ന കേൾക്കാം. ബാപ്പിനെ അച്ഛൻ വിളിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെയൊക്കെ. രാവിലെ 10 ഉണ്ടാവും ഞാൻ ഹൈദരാബാദ് എത്താൻ. എങ്ങനെ ആവുമെന്ന് ആർക്കറിയാം. ആ കാണുന്ന പുള്ളിക്കാരുടെ സീറ്റിൽ ആരോ കയറി ഇരുന്നെന്നും പറഞ്ഞിട്ട് പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ പോലീസുകാർ ആരോ പിടിച്ച് വലിച്ച് ഇറക്കി വിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹിന്ദിയും തെലുങ്കൊക്കെയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ തന്നെ അടങ്ങിയിരുന്നു. പിന്നെ DTR വന്നു കേട്ടോ. ഞാൻ DTR വരില്ലാന്നൊക്കെ വിചാരിച്ചത്. DTR വന്നു. ഞാൻ ടിക്കറ്റ് എടുത്തോണ്ട് ഭാഗ്യമുണ്ട്, ഇറക്കി വിട്ടില്ല. വെളുപ്പിന് 4 മണിക്ക് അങ്ങനെ DTR കയറി വന്നത്. ഉറങ്ങിക്കിടന്ന് എന്നെ എണീപ്പിച്ചു. ഹലോ ഗൈസ്, ഞാനത് ഹൈദരാബാദ് എത്തി. രാവിലെ എത്തിയുള്ളൂ. 11 ആയപ്പോൾ സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനായിരുന്നു വന്നത്. ഇതായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ഫോൺ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന കേരള ഹോട്ടലിൽ മുമ്പിൽ തന്നെ കേരള ഹോട്ടൽ കണ്ട് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിൽ തന്നെ. അപ്പോൾ അവിടുന്ന് കയറി ഭക്ഷണം കഴിച്ച് ഫോണൊക്കെ ചാർജ് ചെയ്ത് ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവിടെ പോയി താമസിക്കാനായി ഞാനത് ഹൈദരാബാദ് റൂമിലെത്തി. അപ്പോൾ ഇവിടുത്തെ ഏട്ടന്മാർ 2 പേര് പരീക്ഷ ഉണ്ട്. അപ്പോൾ അവർ പരീക്ഷ എഴുതാൻ പോയത്. ഞാനാണ് അപ്പോഴേക്കൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ഇരിക്കുക. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹൈദരാബാദ് എത്തി. ഇനി ഹൈദരാബാദത്തെ കുറച്ച് സ്ഥലങ്ങളും താക്കി കാണിച്ചിട്ട് ഒരു പുതിയ വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പം പുതിയ വ്ളോഗ് വരുന്നത് ബൈ.